ഇപ്പം ഗസയുടെ തൗഹീദ് നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം ഇപ്പം, കാരണം ഇപ്പം ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാവും. ഇവർ പറയുന്ന ഗസയിലെ തൗഹീദില്ല, കാരണം ഇവരെണ്ണി പറയുന്ന തർത്തീബിൽ കാണുന്നില്ലൊന്നും. തൗഹീദ് 4 വിധം 3 വിധം, ഉറുക്ക്, ഷിർക്ക്, മുറുക്ക്, കബറ്, അങ്ങനെയൊന്നും കാണുന്നില്ല. പ്യൂർ തൗഹീദിൻ്റെ പഴം ജനങ്ങളിലുണ്ട്. അപ്പോൾ ഇവർ പഠിച്ച ആ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പുസ്തകവും ഇബ്നു തൈമിയ്യയുടെ എണ്ണം തിരിയിൽ പിടിക്കലൊന്നും കാണുന്നില്ല. ഖുർആനിൽ പറഞ്ഞ ഈമാൻ നേരെ അവിടെ ഉണ്ട്. ചെറിയ കുട്ടി പറയാണ്, ചെറിയ കുട്ടി, അത് എഴുതിയ പ്രസംഗമല്ല, വീഡിയോ ക്യാമറ അവർ വെച്ചതല്ല, ടി വിക്കാർ ക്യാമറയും മൈക്കുമായിട്ട് വന്ന് ചോദിക്കുകയാണ്, എന്താ സ്ഥിതി, ഒരുപാട് ദുരിതമാണ്, റബ്ന മഅന റബ്ന ഹാമീന, ഞങ്ങൾ റബ്ബ് ഞങ്ങളെ കൂടെ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ സംരക്ഷിക്കും. ശത്രുക്കൾ നിങ്ങളുടെ ക്യാമ്പിൽ കയറുന്നുണ്ടോ? മുഖത്ത് നോമനത്തെ മാറാത്ത കുട്ടി പറയാണ്, ആദി യദ്ഖുൽ യദ്ഖുൽ, ആദി കയറുന്നുണ്ട്. അപ്പോൾ പ്രയാസമുണ്ടോ? റബ്ബ് കൂടെ ഉണ്ടെങ്കിൽ എന്ത് പ്രയാസം? അള്ളാഹുവിന് കൂടെ ഉള്ളവനെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. കുറേ ആൾക്കാർ മരിച്ചല്ലോ. ഹസിർന ഷുഹദ, ഹസിർന ഷുഹദ, ഷുഹദാക്കളെ നഷ്ടമാണോ? മരണപ്പെട്ടത് നഷ്ടമാണോ? യജീബഅദഹുമുന്നാസ് വസനല്ലാഹു മുഖാബിൽ, ശേഷം ആളുകൾ വരും, ഞങ്ങൾ പോരാടും, പ്രതിരോധിക്കും. പ്യൂർ തൗഹീദ്. ചെറിയ കുട്ടി പറയണം, അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. റബ്ന മഅന റബ്ന ഹാമീന. കുറേ കാലം അലമുറ ഇട്ട് നടന്നു പറഞ്ഞ ചുഴലി പറയാണ്, സൗദി എന്തുകൊണ്ട് ഇടപെടുന്നില്ലെന്നറിയോ വാഹിദ് സാഹിബേ? സൗദി ഇടപെട്ടാൽ ഇറാൻ വരും, അമേരിക്ക വരും, ലബ്നാൻ വരും, സൗദി നശിച്ചു പോകും. എന്ത് തൗഹീദ് നിങ്ങൾ പറഞ്ഞുകൊണ്ടെന്ന് ഇത്രയും നാൾ? എന്ത് ഈമാനാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടെന്ന് ഇത്രയും നാൾ? ഞങ്ങൾക്ക് എന്ത് തൗഹീദാണ് ഉള്ളത്? എന്ത് ഈമാനാണ് ഉള്ളത്? ലോകത്താരെന്തുദ്ദേശിച്ചാലും അള്ളാഹു ഉദ്ദേശിക്കാതെ കാര്യങ്ങൾ നടക്കുകയില്ല. ആരുപകാരം ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു ഉപകാരം കിട്ടുകയില്ല എന്ന് നബിതങ്ങൾ പഠിപ്പിച്ച ഈ ഈമാനും തൗഹീദും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം? മുസ്ലിമീങ്ങളെ സഹായിക്കുന്നില്ല, പോട്ടെ ഭീരുക്കളായിട്ട് മിണ്ടാതിരിക്കാലോ. അതിന് ന്യായീകരണം ഉണ്ടാക്കി ഫലസ്തീനികളെ ചീത്ത പറഞ്ഞു, ഹമാസിനെ ചീത്ത പറഞ്ഞു, പരമാവധി നിന്ദിരായി. ഞങ്ങോട്ടില്ല, ഇനി ന്യായീകരിച്ച് കൂടുതൽ വഷളാവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ന്യായീകരണത്തിൻ്റെ കൂട്ടത്തിൽ പറയാണ്, സൗദി ഇടപെട്ടാൽ ഇടപെടണ്ട. അബൂബൈദ പറഞ്ഞു, ലാ സമഹല്ലാ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നിങ്ങളൊന്നും ഇങ്ങനെ ഒന്നും ചെയ്തേക്കരുതെന്ന് പറഞ്ഞല്ലോ. പരിഹാസ്യമായ അവസ്ഥ ചൂണ്ടിക്കാണിച്ചതാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇവിടെ സാധനങ്ങൾ എത്തിക്കാൻ പറ്റുമോ നോക്ക്, അതിനുപോലും കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കെന്ന് പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഹിറ്റായൊരു വാക്കാണ് ലാ സമഹല്ലാ. അങ്ങനെ സൈന്യത്തൊന്നും അയച്ച് സഹായിക്കാനൊന്നും മെനക്കെടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ, ഇവർ ഈ വർത്താനം എന്ത് തൗഹീദാണ്? എന്ത് ഈമാനാണിത്? ഇന്ന് എന്ന ശക്തികൾ ഞങ്ങൾക്കെതിരെ വരും, ഞങ്ങൾ നശിച്ചു പോകും, ഇല്ലാതായി പോകും. ആ കുട്ടിൻ്റെ ഈമാനിൻ്റെ അംശമുണ്ടോ? അപ്പോൾ എവിടെയോ തൗഹീദിൽ കാര്യമായ അമളി പറ്റിയിട്ടുണ്ട്, ഈമാനിൽ കാര്യമായ പോരായ്മ പറ്റിയിട്ടുണ്ട്. ഒച്ചയിട്ട് ജാറത്തിനെതിരെ 4 പ്രസംഗം നടത്തിയാൽ തൗഹീദാകുമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഏറിപ്പോയാൽ അത് ഷിർക്കുപരമായ കാര്യങ്ങൾക്ക് അതിൽ 2-3 വർത്താനം മാത്രമാണ്. അതിൽ തന്നെ പാളിച്ചകളുണ്ട്. കാരണം മക്കൾ നേരത്തെ ഉള്ള ഗ്രൂപ്പ് വേറെ, വിസ്ഡം, ഇദ്ദേഹം കേന. ഈ വിസ്ഡം ഷിർക്ക് എന്ന ആൾക്കാരെന്ന കേന എന്ന് പറയുന്നത്. മക്കൾ മുഴുവൻ അവിടുന്ന് മാറിയതിന് ശേഷം പറയാൻ തുടങ്ങിയത്, ചില ആളുകൾ ജിന്നിനെ വിളിച്ചുകൊണ്ട് ഷഹാദ ബാത്തിലാക്കി. ഇത് വിസ്ഡം കാർഡ് ഷഹാദത്ത് തരുമ്പോൾ ബാത്തിലാണ്. ഇത് പറയാൻ കാത്തു നിന്നു. ഇയാൾ എത്രയോ വർഷമായിട്ട് കേനമുണ്ട്, പക്ഷെ ഇത്രയും നാൾ പറഞ്ഞില്ല. മക്കളൊക്കെ അവിടുന്ന് മാറിയതിന് ശേഷമേ പറഞ്ഞുള്ളൂ. അപ്പം ആശയവും ഇല്ല, ആദർശവും ഇല്ല, ഉള്ളതിൽ ക്ലാരിറ്റിയും ഇല്ല, കുട്ടികളുടെ ഈമാനിൻ്റെ അംശം പോലും ഇല്ല. റബ്ന മഅന റബ്ന ഹാമീന എന്ന് പറഞ്ഞ് അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല, ശുഹദാക്കളാണ്, നഷ്ടമാണോ, ഞങ്ങൾ പ്രതിരോധിക്കും, ഞങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞ ആ ഈമാനിൻ്റെ അംശം പോലും ഇല്ല. എന്നിട്ട് ഇവർ പറയണത് ഞങ്ങൾ ഗസയിലേക്ക് തൗഹീദ് അയക്കുന്നു. അല്ലും മുഹമ്മദ് തൗഹീദ്, അവർ തൗഹീദ് പഠിപ്പിക്കണം. ഇവരോ? നിങ്ങൾ ആ പ്രസംഗങ്ങളും അവരുടെ അവസ്ഥകളൊക്കെ കണ്ട് ഈമാൻ എന്താണെന്ന് പഠിക്കാൻ നോക്കാതെ. ഇപ്പം നമ്മൾ വിഷയത്തിലേക്ക് മടക്കാം. ഖുർആൻ പറയുന്ന ഈമാൻ, അതിൽ ഇവർക്ക് ഒരുപാട് വീഴ്ചകളുണ്ട്, ചെറിയ വീഴ്ചകളൊന്നുമല്ല. ഇവർ പറയുന്ന മക്ക മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു അള്ളാഹു ഞങ്ങളുടെ റബ്ബാണെന്ന്. അപ്പോൾ സുഖമല്ല, എന്നാൽ പിന്നെ ഖബറിൽ മലക്കുകളൊക്കെ വടിയാവില്ലേ? മുൻകർ നക്കീർ എന്നിട്ട് അബൂജലൊക്കെ മൻ റബ്ബുക. അപ്പോൾ അബൂജൽ എന്താ പറയുക? റബ്ബി അല്ലാ. മലക്കാകെ കൺഫ്യൂഷനായി, പഠിച്ചവൻ ഇതാരാണ്?
അബൂലഹബ് റബ്ബി അല്ലാ. മക്കാ മുശ്രിക്കിനെ പറ്റി ഖുർആനിൽ എന്താ പറഞ്ഞത്? വിരലിൽ വായി തിരികെ ചോദിച്ചാൽ അവർ പറയും, വലയിൻ സഅൽതഹും, അവരോട് ചോദിച്ചാൽ, കടലിൽ മുങ്ങാൻ പോയാൽ അവർ പറയും. അങ്ങനെ പറയുന്നതും അല്ലാഹു റബ്ബി എന്ന അഭിമാനത്തോടെ പറയുന്ന രണ്ടും ഒന്നാണ്. ഈ കണ്ട വസ്തുക്കളൊക്കെ ആരാധിക്കുന്നവരോട് അവരെവിടെ ജനിച്ചു? അവർ കൈലാസപുരിയിൽ അല്ലെങ്കിൽ അയോധ്യയിൽ, എവിടെയാണോ ജനിച്ചത് അവിടെ. അപ്പം അത് ആദ്യമേ ഇല്ലായിരുന്നോ? അവിടെ വെള്ളമില്ലായിരുന്നോ? വായു ഇല്ലായിരുന്നോ? അതെ, വെള്ളം ഉണ്ടായിരുന്നു, വായു ഉണ്ടായിരുന്നു. അപ്പം ആ വെള്ളത്തെ സൃഷ്ടിച്ചവനാരാണ് എന്ന് ചോദിച്ചാൽ പുറകോട്ട് ചിന്തിക്കുകയും അവസാനം അത് പരമമായ ശക്തിയാണെന്ന് അവർ പറയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതല്ലാതെ ആ പരമമായ ശക്തിയെ പുകഴ്ത്തിക്കൊണ്ടും സ്തുതിച്ചുകൊണ്ടും വാഴ്ത്തിക്കൊണ്ടും ജീവിക്കുന്നവരാണ് അവർ നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് മുഅ്മിനീങ്ങളെ പറ്റിയാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു. റബ്ബ് റബ്ബ് എന്നുള്ളതിനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി, മക്ക മുശ്രിക്കുകളെക്കാൾ മോശമാണ് പല മുസ്ലിമീങ്ങളെന്ന് പറയാൻ വേണ്ടി അവരുണ്ടാക്കിയ ബാത്തിലായിട്ടുള്ള ആമുഖങ്ങളുണ്ട്. അത് വെച്ചിട്ട് അവർ പറയാണ് റബ്ബല്ല എന്താന്ന് എല്ലാവർക്കും അറിയാമെന്ന്. അപ്പോൾ ചോദിക്കുന്ന മലക്കാരായി, മൻ റബ്ബുക്കാൻ ചോദിക്കുന്ന മലക്ക് ഇവരുടെ ഭാഷയിൽ ശശിയായില്ലേ? മനസ്സിലായില്ല. കാരണം മക്കാ മുശ്രിയുടെ പോയിട്ട് അബൂലഹബിനെ വെച്ചിട്ട് മലക്ക് വയ്ക്കാം, മൻ റബ്ബുക. അബൂലഹബ് എന്തോ അറിയോ? റബ്ബി അല്ലാ. കഴിഞ്ഞ കഥ. അപ്പൊ ഇവര് ഖബറിലെ ചോദ്യത്തിന്റെ അർത്ഥം തന്നെ മാറ്റി. ഇവർ പറഞ്ഞു മൻ റബ്ബുക എന്ന് മലക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം മൻ ഇലാഹുക എന്നാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് പോരെ. അതിന്റെ പരമോന്നതിയാണ്. കാരണം വേറൊന്നിനും ഇലാഹാകാൻ യോഗ്യതയേയില്ല. ഇലാഹല്ല എന്ന് തിയറിയായിട്ട് പഠിക്കണ്ട. ഇലാഹായിട്ട് പ്രതിഷ്ഠിക്കാനുള്ള യോഗ്യത തന്നെ ഇല്ലെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് എത്തുന്ന കാര്യം. അത് ഷിർക്ക് ചെയ്യരുന്നവനോട് പറയേണ്ട ആവശ്യം പോലില്ല. എങ്ങനെ ഷിർക്ക് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്? എങ്ങനെ? നമ്മൾ ഒരു ബുക്ക് സ്റ്റോളിൻ്റെ ഓണർ ജമാഅത്തിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ തൗഹീദ് പറയുന്നില്ല, നിങ്ങൾ ഷിർക്കിൻ്റെ ഇതാന്ന് പറഞ്ഞു. ഒരു ഷിർക്ക് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ? എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഷിർക്ക് ചെയ്ത്. അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് ഇവർ അഭൗതിക മണ്ഡലത്തിലെ പ്രതിഭാസാക്കി നിർത്തി അള്ളാഹുവിനെ. മനസ്സിലാകുന്നുണ്ടോ? അഭൗതിക കാര്യങ്ങൾ എന്താ അഭൗതികം? ഭൗതികത്തിൽ പോലും അള്ളാഹിനെ വിളിക്കാൻ പഠിപ്പിക്കുമ്പോൾ പിന്നെ അതങ്ങനെ അഭൗതികം മാത്രമാകുന്നത്. 4.5 മണിക്കൂർ ട്രെയിൻ ഉണ്ട്, അതിന് പോകണം, ഭൗതിക കാര്യമല്ലേ. അതിനെന്താ ചെയ്യേണ്ടത്? നേരത്തെ ഇറങ്ങണം, പോകണം, ഒക്കെ ചെയ്യണം. പക്ഷെ അതിനപ്പുറം പല സംഗതിയില്ലേ. ഇറങ്ങാൻ നോക്കിയാൽ പറയുന്നത് താക്കോല് കാണുന്നില്ല. മനസ്സിലായില്ല? നമ്മൾ ഭൗതികം എന്തെല്ലാം ചെയ്തു വെച്ചാലും പല തടസ്സങ്ങളും വരില്ലേ. അപ്പൊ അതിനും ആരെ വിളിക്കണം? അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസ്ന സഹലൻ ഇദാ ശിഅത. ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നല്ല സീറ്റാണ്, അതുകൊണ്ട് ഇന്ന് എളുപ്പത്തിൽ കോഴിക്കോടേക്ക് എത്തും എന്നല്ല പറയേണ്ടത്. മറിച്ച് അള്ളാഹു എളുപ്പാക്കിയാൽ അവിടെ എത്തും. ട്രെയിൻ ലേറ്റ് ആകാം, പ്രയാസാകാം, പോയിട്ട് വണ്ടി കിട്ടാതിരിക്കാം, പലതും ആകാം. ഇപ്പോൾ ഭൗതിക കാര്യങ്ങളിൽ പോലും ഉപ്പ് ആവശ്യമായി വന്നാൽ പോലും അള്ളാഹുവിനെ വിളിക്കണമെന്നും ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ അള്ളാഹുവിനോട് പറയണമെന്നും ഹദീസിൽ പഠിപ്പിക്കുമ്പോൾ, ആ ഈമാൻ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിൽ തൗഹീദില്ല, തൗഹീദുൽ ഉലൂഹിയത്ത് പറയുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇവർ വരണ്ടുപോയ ആശയത്തിലാണ്. അതിൽ ഫലമില്ല, അതിൽ മാധുര്യമില്ല, അതിൽ ഇബാദത്തിൻ്റെ രസമില്ല. ഒരാൾ ഈ മുഴുവൻ ആശയങ്ങളും കേട്ടിട്ട് ആ പറഞ്ഞ അനുസരിച്ച് ഇപ്പോൾ ഒരാൾക്ക് ആകെ കിട്ടാവുന്ന ഓഫർ എന്താണെന്നറിയോ? ഒരു കാലത്ത് നരകത്തിന് രക്ഷപ്പെടുന്നു മാത്രമാണ്. അതായത് ഒരാൾ ഷിർക്ക് ചെയ്യാതെ ജീവിച്ചാൽ അയാൾക്ക് ഉള്ള ഓഫർ എന്താ? ഒരാൾ ഷിർക്ക് ചെയ്തില്ല, ബാക്കി സൽക്കർമ്മങ്ങളിൽ പുറകിലാണ്, മറ്റു പല കാര്യങ്ങളിലും അത് ചെയ്യാനുള്ള ഈമാൻ കൊടുക്കണ്ടേ? അതിനാണ് തൗഹീദ് റുബൂബിയ്യത്ത് നമ്മൾ പറയുന്നത്. അപ്പം അത് കിട്ടാതിരുന്നാൽ ആ പേര് വേണ്ടട്ടോ, ആ പേര് ഇവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പേരാണ്. അത് കിട്ടാതെ പോയാൽ ആൾക്ക് എന്താ പരലോകത്ത് ഉറപ്പിക്കാവുന്നൊരു നേട്ടം? അവസാന കാലത്ത് നരകത്തിന് മുൻ നമ്മൾ ഇൻഷാ അല്ലാഹ് ആദ്യം തന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. അതിനെ നിങ്ങൾ തടസ്സപ്പെടുത്തി നിങ്ങൾ നശിച്ചു വരത്തിൽ നമുക്ക് പറയാനുള്ളൂ.